ഹലോ നമസ്കാരം. നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. അതായത് കൃത്യമായ ഒരു മാനിഫെസ്റ്റേഷൻ റിച്വൽ വെച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഡിസയർ ഒരൊറ്റ ആഗ്രഹത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റ് റിച്വൽ യൂസ് ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത്. ആദ്യമേ നിങ്ങളോട് പറയുന്ന കാര്യം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയണത്. ആദ്യം പറയുന്നത് ഇത് ഇത്ര സമയത്തിനുള്ളിൽ നടക്കണം, ഇന്ന പോലെ നടക്കണം. അങ്ങനെ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷനെ നിയന്ത്രിക്കാതിരിക്കാൻ പറയുന്നു. ഓക്കെ. നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുക. എപ്പോൾ എങ്ങനെ നടക്കും എന്നുള്ളത് അത് യൂണിവേഴ്സിന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുക. ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കൃത്യമായി ഫോളോ ചെയ്യുക. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക. ഇതാണ് നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടത്. ഡിവൈൻ ടൈമിംഗിൽ വിശ്വസിക്കുക, ഡിവൈൻ പ്ലാനിൽ വിശ്വസിക്കുക. ഓക്കെ. ബാക്കി ഇത് എപ്പോൾ എങ്ങനെ നടക്കും എന്നുള്ളതൊക്കെ യൂണിവേഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ മറ്റുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ബാക്കി ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുമ്പോൾ നിരാശ അല്ലെങ്കിൽ സങ്കടം, അസൂയ ഒന്നും പാടില്ല. അത് നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷൻ ആണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിന്റെ കൺഫർമേഷൻ ആയിട്ട് അതിനെ കാണണം. ഓക്കെ. അപ്പൊ ഇനി മുതൽ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം വേറെ ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കണം. യൂണിവേഴ്സിനോട് നന്ദി പറയണം. ആ ഒരു തെളിവ് തരുന്നതിന്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പ്രധാനമായി പറയുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷനിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിൽ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്നതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ആൻസൈറ്റി എന്താണോ പറയുന്നത് അതിലല്ല. ഓക്കെ. നിങ്ങളുടെ ആൻസൈറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ആൻസൈറ്റിയിൽ നിന്ന് വരുന്ന ചിന്തകൾ എന്ന് പറയുമ്പോൾ ആ ചിന്തകളുടെ കൂടെ ഒരു വികാരവും ഉണ്ടാവും. പേടി, ഭയം, പുച്ഛം, ഒക്കെ ഒരു വിശ്വാസമില്ലായ്മ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫീലിങ്സോട് കൂടിയിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന ചിന്തകൾ. നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ഒരു ഡൗൺലോഡ്സ്, അതിന് ചിന്തകൾ എന്ന് പറയാൻ പറ്റില്ല. ആ ഡൗൺലോഡ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു വികാരം ഉണ്ടാവില്ല. ഓക്കെ. ആ ഡൗൺലോഡ് കിട്ടിയതിന് ശേഷമാണ് എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ആൻഷ്യസ് എനർജി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്തോഷം ഒക്കെ അത് ആ ഇൻറ്റ്യൂഷനിലെ ഡൗൺലോഡ് കിട്ടിയതിന് ശേഷമാണ് വികാരം വരിക. മറ്റ് ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ നിന്ന് വരുന്ന നമ്മുടെ ആൻസൈറ്റി മൂലം ഉണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുമ്പോൾ ആ ചിന്തകളുടെ കൂടെ തന്നെ വികാരം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിനെ രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ. അത് എളുപ്പത്തിൽ സാധിക്കില്ല. നിങ്ങൾ എത്രത്തോളം മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഷാർപ്പൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു അത്രത്തോളം എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും വേർതിരിച്ചറിയാനും അപ്പൊ ഇൻറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ. Thank you.